ഹലോ ലവ്ലി ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ഫുട്ബോളിനെ പറ്റി സംസാരിക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന ഒരു കായിക ഇനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫുട്ബോൾ തന്നെയാണ്. എന്നാൽ ഈ ഫുട്ബോളിന്റെ ചരിത്രം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഏകദേശം 2000 വർഷങ്ങൾക്ക് മുന്നേ ചൈനയിൽ കുജു എന്നൊരു കളി ഉണ്ടായിരുന്നു. കാലുകൊണ്ട് പന്തടിച്ചു വലയിലേക്ക് എത്തിക്കുന്ന ഒരു കളിയാണത്. ഇന്നത്തെ ഫുട്ബോളിന്റെ ആദ്യകാല രൂപം എന്നറിയപ്പെടുന്നത് ഈ കുജു ആണ്. പിന്നീട് ഗ്രീസിലും റോമിലും സമാനമായ കളികൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കളികൾക്ക് വ്യക്തമായ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1863 ഇംഗ്ലണ്ടിൽ ഈ കളിക്ക് വലിയൊരു മാറ്റം സംഭവിച്ച് ഫുട്ബോൾ അസോസിയേഷൻ രൂപീകരിക്കുകയും ആദ്യമായിട്ട് ഫുട്ബോളിന്റെ ഔദ്യോഗിക നിയമങ്ങൾ തയ്യാറാക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിനെ ഫുട്ബോളിന്റെ ജന്മദേശം എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ഫുട്ബോൾ ലോകമെമ്പാടും അതിവേഗം ജനപ്രിയമായ ഒരു കായിക ഇനമായി മാറുകയായിരുന്നു. ഇന്നത്തെ ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന ഫിഫ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അത് രൂപീകരിക്കപ്പെട്ടത് 1904 1930 ഫസ്റ്റ് വേൾഡ് കപ്പ് മാച്ച് ഉറുഗ്വേയിൽ നടക്കുന്നുണ്ടായി. അന്ന് മുതൽ ഓരോ 4 വർഷം കൂടുമ്പോഴും ലോകം മുഴുവൻ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു കായിക മാമാങ്കമായിട്ട് ലോകകപ്പ് മാറി. ഇന്ന് പെലെയും മെസ്സിയും റൊണാൾഡോയും മറഡോണയും തുടങ്ങിയ ഇതിഹാസങ്ങൾ ഫുട്ബോളിനെ പുതിയ ഉയരങ്ങളിൽ എത്തിച്ചെങ്കിലും ഈ മനോഹരമായ യാത്ര തുടങ്ങി വെച്ചത് ഒരു സാധാരണ പന്തും അതിനെ സ്നേഹിച്ച കുറച്ച് മനുഷ്യരുമാണ്. ഇനി നിങ്ങൾക്ക് ഫുട്ബോളിനെ പറ്റി ഒരു ഫാക്ട് അറിയാമോ? ഫിഫ വേൾഡ് കപ്പ് ജയിക്കുന്ന ടീം നമ്മൾ കാണുന്ന ഒറിജിനൽ ട്രോഫി എന്നും സ്വന്തം രാജ്യത്ത് വെക്കാറില്ല. സെലിബ്രേഷൻ കഴിഞ്ഞാൽ ആ ഒറിജിനൽ ട്രോഫി വീണ്ടും ഫിഫയ്ക്ക് തിരികെ നൽകണം. അപ്പോൾ വിന്നേഴ്സിന് കിട്ടുന്നത് എന്താണ്? അവർക്ക് ലഭിക്കുന്നത് ഒരു ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള റെപ്ലിക്കയാണ്. അതായത് ലോകകപ്പ് ജയിച്ചാലും ഒറിജിനൽ ട്രോഫി പെർമനന്റ്ലി കൈവശം വെക്കാൻ ഈ ടീമിന് പറ്റുകയില്ല. ഫുട്ബോളിന്റെ വലിയ ട്രോഫി ആണെങ്കിൽ പോലും അവസാനം ഫിഫയുടെ കൈകളിലേക്ക് തന്നെയാണ് ഈ ട്രോഫി മടങ്ങുന്നത്. സോ നെക്സ്റ്റ് ടൈം ട്രോഫി ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, അതൊരു ലൈഫ് ടൈം മൊമെന്റ് ആണ്. പക്ഷേ ട്രോഫി എന്ന് പറയുന്നത് ലൈഫ് ടൈം പൊസഷൻ അല്ല എന്നുള്ളത്. ഇനി ഫാനിസത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യൂ. ഫുട്ബോൾ എന്നത് ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഭാഷയാണ്, ഭിന്നിപ്പിക്കുന്നതല്ല.